സോ ഹായ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻസിലുള്ളത്. അപ്പോൾ അതിലെ 10ാമത്തെ മോഡ്യൂളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോവാം. പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് തിയറീസ് ആണ്. അപ്പം കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് തിയറിയിലേക്ക് കിടക്കാം. ഓക്കെ. സോ ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്ത്യ ആസ് എ റൈസിംഗ് പവർ. ബേസിക്കലി നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ നയമാണ്. ഓക്കെ. ഇന്ത്യ ആസ് എ റൈസിംഗ് foreign policy, relationship with neighbors, relation with USA, China, Russia. ഇന്ത്യയുടെ ഇമീഡിയറ്റ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ ഇന്ത്യക്ക് ഒരു പോളിസി തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പോളിസിയും അതേ കണക്ക് തന്നെ ഇപ്പം തന്നെ വേൾഡിലെ ഏറ്റവും പവേഴ്സ് ആയ USA, ചൈന, റഷ്യ, ഇന്ത്യ എങ്ങനെ ഒരു പ്രധാന ഉയർന്നു വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. India as a rising power. India's foreign policy today is driven by a set of strategic, realistic assessment and global ambition. അപ്പോൾ ഇത് പറഞ്ഞത് എസ് ജയശങ്കർ വളരെ ക്ലാരിറ്റി ഉള്ള ഓക്കെ. അപ്പം അങ്ങനെ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കീ പ്ലെയർ ആയി ഇന്ത്യ എങ്ങനെ മാറി വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഉയർന്നു വരുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് എന്നാണ് എസ് ജയശങ്കർ പറയുന്നത്. Or our foreign policy depends upon that. Okay. Objectives of India's foreign policy, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യയുടെ വിദേശ നയം, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ നയത്തിന്റെ ബേസിസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ensuring India's primary concern is safeguarding its borders and maintaining control over its territory. കയറിയുള്ള കടന്നു കയറമാണ്. അപ്പൊ നമ്മുടെ ഫോറിൻ പോളിസി അധികാരം അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആണ്. ഓക്കെ. Pursuit of advocates for peaceful coexistence among nations, supporting non-alignment and non-interference. അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീജിയണൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പൊ നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെ കോൺഫ്ലിക്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു റീജിയനിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്, അല്ലെ. അപ്പം നമുക്ക് ഇപ്പം പാകിസ്ഥാൻ പ്രശ്നങ്ങളുണ്ട്, നേപ്പാളായിട്ട് പ്രശ്നങ്ങളുണ്ട്, അപ്പം ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്തുക, സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആണെങ്കിലും promoting Indian development and economic growth. India's foreign policy focuses on fostering നമുക്ക് പല വെൽഫെയർ പ്രോജക്ട്സ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ അകത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു അത്ഭുതമാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പല ഭാഷ, പല കമ്മ്യൂണിറ്റി എന്നുള്ള, പല സോഷ്യൽ ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. എന്നിട്ടും ഇവിടെ വളരെ പീസ്ഫുൾ ആണ് ഒരു ഇൻ ദ സെൻസ്. ഓക്കെ. പീസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സെസഷനിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ വിഭാഗീയത എന്ന് പറഞ്ഞ സാധനം പല രീതിയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ, അല്ലെ. ഇപ്പം ഖാലിസ്ഥാൻ മൂവ്മെന്റ് പോലെ, അല്ലെങ്കിൽ കാശ്മീരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ, നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്.
പക്ഷെ അതിനെല്ലാം ശരിയായ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു. എന്നിട്ട് ഇപ്പോഴും ഒരു രാജ്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു നമുക്ക് ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു വലിയൊരു ആസ്പെക്ട് ആണത്. ഓക്കെ, ലോകം തന്നെ ബഹുമാനിക്കുന്ന ഒരു ആസ്പെക്ട് ആണ് ഈ പറയുന്ന യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് ഞാൻ ഇപ്പം പറഞ്ഞ ആ സിസ്റ്റം എന്ന പോയിന്റ് ആണ്. അതിൽ പല ജസ്റ്റിഫൈഡ് ആയ നമുക്കറിയാം. അപ്പൊ ആ ഒരു നാട്ടിൽ എന്ത് പറ്റുന്നു, വളരെ ഇൻക്ലൂസീവായ എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾപ്പെടുത്തി ഉത്ഭവിക്കുന്ന സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ്, എൻഹാൻസിങ് സെക്യൂരിറ്റി. ഇന്ത്യ അഡ്രസ്സിംഗ് നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഓക്കെ, സെക്യൂരിറ്റി പറയുന്നത് എല്ലാ കാലത്തും ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ്, റീജിയണൽ സ്റ്റെബിലിറ്റി ഇനിഷ്യേറ്റീവ്, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ്, പല പല വ്യൂവേഴ്സും കൂടെ ഉള്ള ഒരു ഇൻഡോ പസഫിക് റീജിയനിലെ ഒരു നേവൽ എക്സസൈസ് ഒക്കെ നടക്കുന്ന ഒരു നമുക്ക് പറയാൻ കഴിയുന്ന സാർക്കാണ്. ടെററിസത്തിനെതിരെ അതേകണക്ക് ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് അറ്റാക്ക് എന്താണ്, സൈബർ അറ്റാക്ക് ഒക്കെ ഇപ്പൊ ലാസ്റ്റ് COVID-19 അല്ലെങ്കിൽ ഇപ്പം ലോകത്തിലെ പീസ് ഉറപ്പുവരുത്താൻ ഇന്ത്യ ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരു രാജ്യമാണ്. UN ഡിപ്ലോയ് ചെയ്യുന്ന കുറെ ട്രൂപ്പുകൾ ഉണ്ടാവും, പല രാജ്യങ്ങളും കൊടുക്കുന്ന ട്രൂപ്പ്. അങ്ങനെ കൂടുതൽ പീസ് കീപ്പിംഗ് മിഷൻസിൽ പങ്കെടുത്ത ഒരു രാജ്യമാണ് പറയുന്നത്. ഏകദേശം 50ഓളം പീസ് കീപ്പിംഗ് മിഷൻസിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ കറന്റ് സൗത്ത് സുഡാനിലൊക്കെ സിവിൽ വാർ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പീസ് കീപ്പിംഗ് മിഷനിൽ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഫോഴ്സ് ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് പ്രൊട്ടക്ടിങ് ഇന്ത്യൻ ഡയസ്പോറ. എന്താണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള നമ്മുടെ പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ, അപ്പൊ അവരെയാണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്. ഏകദേശം 3.5 കോടി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 3.5 കോടി. അപ്പം അത് ചെറിയൊരു നമ്പർ അല്ല. അപ്പം ഇവരിങ്ങനെ പോകുമ്പോൾ എന്താണ് ട്രാവൽ ആവുന്നത്, നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് മാത്രമല്ല ഇതിനകത്ത് ഉണ്ടാവുന്നത്, നമ്മുടെ കൾച്ചറും കൂടെ ഇതിന്റെ കൂടെ ട്രാവൽ ആവുകയാണ് അല്ലേ. കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ പുറത്ത് താമസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആൻഡ് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. ഓക്കെ, അപ്പം അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആൻഡ് ന്യൂ ഓറിയന്റേഷൻസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസിയാണ്. ഓക്കെ,
അപ്പം ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ ന്യൂ ഓറിയന്റേഷൻസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസും പുതിയ പോളിസീസും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോളിസി ഒരു ഷിഫ്റ്റ് വരുന്ന ഏത് കാലം തൊട്ടാണ്? പോളിസി ഷിഫ്റ്റ് വരുന്നത് ബേസിക്കലി 1991 ശേഷമാണ്, അല്ലെങ്കിൽ USSRന്റെ ശിഥിലീകരണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ കോൾഡ് വാറിന്റെ അവസാനത്തിന് ശേഷമാണ്. കോൾഡ് വാറിന്റെ അവസാനം ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യ സ്ട്രക്ചറിൽ ഒരുപാട് ഷിഫ്റ്റ് വരുന്നു. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ റിഫോംസ് അഡോപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറുന്നു. അമേരിക്ക ഒരു യൂണിപോളാർ യും 2000 ആണ് നമ്മൾ കുറച്ചുകൂടെ എന്താണ് നമ്മൾ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് IK ഗുജറാൾ. 1997 എന്ത് പ്രധാനമന്ത്രി five principles. The neighbors, India does not ask for reciprocity. ഈ ഡോക്ടറിനകത്ത് പെടാറില്ല. ബംഗ്ലാദേശ്, ഭൂട്ടാൻ രാജ്യങ്ങളാണ് ഡോക്ടറിൽ പെടുക. അപ്പം ഇവർ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യ സഹായിച്ചു എന്ന് വിചാരിച്ച് സഹായം എക്സ്പെക്ട് ചെയ്തല്ല ആ സഹായം നൽകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറയാറുണ്ട് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ. അപ്പം ഒരു പാലം നമ്മൾ അങ്ങോട്ട് ഇടുന്നു, പക്ഷെ ഇങ്ങോട്ടൊരു പാലം ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആൻഡ് വി വോണ്ട് ആസ്ക് ഫോർ ദാറ്റ്. ഓക്കെ, ആ ഒരു ഐഡിയ ആണ് വെച്ചത്. ബാക്കി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഷുഡ് അലോ സെക്രട്ടറി ടു ബി യൂസ്ഡ് ബൈ ഫോറിൻ, അതായത് സൗത്ത് ടെറിട്ടറി വേറൊരു രാജ്യത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്കൊരു മിലിറ്ററി ബേസ് പോലെ എന്നാണ് ഗുജറാൾ ഡോക്ടറിനും പറയുന്നത്. പക്ഷെ നമ്മളിപ്പം എന്താണ് മിലിറ്ററി ബേസ് പാകിസ്ഥാനിൽ കൊണ്ടുവരുന്ന കാര്യമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു ഡോക്ടറാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വരത്തില്ല എന്ന് പറയാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഓക്കെ, ഇന്റേണൽ അഫയേഴ്സ് ഓഫ് അനദർ, അതായത് അല്ലെങ്കിൽ ആ നാട്ടിലെ കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഇപ്പം US ഒക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പറയുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം പോയി തലയിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. ബാക്കിയുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കയറി US എന്ത് ചെയ്യുന്നു? കയറി ഇടപെടുകയാണ്. അപ്പം ഇതൊക്കെ ഒഴിവാക്കണം എന്നാണ് ഗുജറാൾ ഡോക്ടർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 പോയിന്റ് പറഞ്ഞാൽ ഓൾ സൗത്ത് ഏഷ്യൻ കൺട്രീസ് മസ്റ്റ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തിനെയും ടെറിട്ടറീസിനെയൊക്കെ ബഹുമാനിക്കുക. സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ത്രൂ ബൈലാറ്ററൽ നെഗോസിയേഷൻസ് അല്ലെ. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ നേരെ വാളെടുത്തിറങ്ങാതെ ബൈലാറ്ററലി നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ടോക്സിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്സിലൂടെ അത് നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനം കണ്ടുപിടിക്കുക. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് സമയത്ത് ടൈമിലാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി അഡോപ്റ്റ് ചെയ്തത്. Countries in its immediate neighborhood, that is Afghanistan, ഭൂട്ടാൻ, മാൽദീവ്സ്, മ്യാൻമാർ, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ നെയ്ബർഹുഡ്. ബേസിക്കലി നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളെയാണ് എന്ത് പറയുന്നത്, ബേസിക്കലി നെയ്ബർഹുഡ് എന്ന കാറ്റഗറി വരുന്നത്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇതിനകത്തുണ്ട്. അഫ്ഗാനിസ്ഥാനായിട്ട് നമ്മൾ ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ഇതിന്റെ ഇടയിലുള്ള ഒരു റീജിയൻ ഉണ്ട്, വക്ക, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. ഓക്കെ, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്, കൊണ്ട് തന്നെ അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്, ഇന്ത്യയുടെയും പറ്റുന്ന ഒരു പ്ലേസ്. ഓക്കെ,
aimed at enhancing physical, digital and connectivity across the regions as well as augmenting trade and commerce. അപ്പം ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി, അല്ലെങ്കിൽ ആൾക്കാർക്ക് സുഗമമായി, അല്ലെങ്കിൽ ആൾക്കാർക്ക് മീൻസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഓക്കെ, ട്രേഡ് ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഗതാഗതവും കാര്യങ്ങളും സ്മൂത്തായി നടക്കണം. അതേ കണക്ക് തന്നെ ബാക്കിയുള്ള ഡിജിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കോപ്പറേഷൻ ആണെങ്കിലും എല്ലാം സ്മൂത്തായിട്ട് നടക്കണം. നമ്മുടെ നെയ്ബർഹുഡുകൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവരുത് എന്നൊരു ഐഡിയ വെച്ച് പുലർത്തുന്ന ഒരു പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ഇപ്പം എ.ബി. വാജ്പേയിയുടെ ഒരു പ്രസിദ്ധമായിട്ടൊരു കോട്ടുണ്ട്, ലൈക്ക് വി ക്യാൻ ചേഞ്ച് ഫ്രണ്ട്സ് ബട്ട് വി കാൻ ചേഞ്ച് അവർ നെയ്ബേഴ്സ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം, പക്ഷെ നമ്മുടെ അയൽക്കാരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം ആ ഒരു ഐഡിയയിലാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി വർക്ക് ചെയ്യുന്നത്. അപ്പം സാർക്ക് എന്ന് പറയുന്നത് ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിൽ ഒരു കീ പ്ലെയർ ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് അബ്രിവേഷൻ. ഓക്കെ, അപ്പം സാർക്ക് എന്ന് പറയുന്നത് വലിയൊരു കീ പ്ലെയർ ആണ്. സാർക്ക് ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ റീജിയനിൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി തുടങ്ങിയ സംഘടനയാണെങ്കിലും ഇന്നത്തെ അവസ്ഥ അതിന്റെ കുറച്ച് പരിതാപകരമാണ്. ആർക്കൊരു സക്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർഷ്യൽ സക്സസ് എന്നൊക്കെ പറയാൻ കഴിയത്തുള്ളൂ. കാരണം സാർക്കിന് വലിയ ഇപ്പം ഒരു കോൺഫ്ലിക്ട് നടക്കണം. ഇപ്പൊ സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പം പഠിപ്പിച്ച പ്രൊഫസർമാർ പറഞ്ഞിരിക്കുന്നത് സാർക്ക് ഒരു കോമയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവനുണ്ടോ അപ്പം അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇപ്പൊ സാർക്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ സാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഓർഗനൈസേഷൻ ആണ്. നമ്മൾ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാർക്കിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, ഇപ്പം 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വയറിംഗ് ഇൻ സെറിമോണിക്ക് അല്ലെങ്കിൽ ചടങ്ങിന് ബിംസ്റ്റെക്കിലെ നേതാക്കന്മാരായിരുന്നു. അതായത് ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അത് കഴിഞ്ഞ് 2024 വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും വന്നത് എന്താണ്? സാർക്കിലെ നേതാക്കന്മാരെയായിരുന്നു ഇൻവൈറ്റ് ചെയ്തത്. അടുത്തതാണ് ആക്ട് സൗത്ത് ഏഷ്യ നമ്മുടെ launched in 1992. അപ്പം ഇത് ആക്ട് ഇന്ത്യസ് പോളിസി എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആരായിരുന്നു? 1992 ഇത് ലുക്ക് പോളിസി ആയിരുന്നു. 2014 ഇത് ആയിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒന്നിനെ ശരിക്കും നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് ആക്ട് ചെയ്യുന്ന ടൈമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. അങ്ങനെയാണ് ആക്ട് ഈസ്റ്റ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി സെയിം ഐഡിയ തന്നെയാണ്. ആ റീജിയനിൽ കൂടുതൽ ടൈസ് ഉണ്ടാക്കിയെടുക്കുക. ട്രേഡ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി ആണ്. അങ്ങനെ ഓർഗനൈസേഷൻ ആണ് ആസിയാൻ. ബന്ധം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെടുത്തൊരു പോളിസി ഷിഫ്റ്റിന്റെ ഭാഗം to India's northeast. ഇന്ത്യ നോക്കുക, എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് പഠിച്ചു വെക്കുക.
ഈ ഇന്ത്യ, മ്യാൻമാർ, തായ്ലാൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോജക്റ്റ് ആണ് ഇന്ത്യയുടെ. ഓക്കെ, എൻഹാൻസിംഗ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ NER ആൻഡ് ബംഗ്ലാദേശ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നാണ് അഗർത്തല അക്വാറ റെയിൽ ലിങ്ക് കൊടുത്തേക്കുന്നത്. NER എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്നാണ് കേട്ടോ. ഈ അഗർത്തല എന്ന് പറയുന്ന സ്ഥലമൊക്കെ എനിക്ക് തോന്നുന്നു ത്രിപുരയിലാണ്. മൊറേ എന്ന് പറയുന്നത്, ഇന്ത്യ മ്യാൻമാർ ട്രൈലാറ്ററൽ ഹൈവേ ഉള്ള മൊറേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മണിപ്പൂരിലാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനാണ് വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഓക്കെ, ഒരു യൂറോപ്യൻ ടേമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇസ്രയേലും ഇറാനും ഒക്കെ പാർട്ടായി വരുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ വെസ്റ്റ്. കാലാകാലങ്ങളായി നല്ല ബന്ധമുള്ള ഒരു പാർട്ടാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. India's outreach to the Gulf and West Asian countries has become an increasingly important pillar of its foreign policy. This region has traditionally been important for India's energy security. Okay, energy security ആണ് ഇന്നത്തെ കീവേഡ്. ഓക്കെ, അതായത് നമുക്കറിയാം ലോകത്തിന് തന്നെ എനർജി ക്യാപിറ്റൽ ആണ് ഈ പറയുന്ന GCC കൺട്രീസും ഇറാനും ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് എന്താണ് ഇറാനിലൊക്കെ ഇത്ര വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ പല ഹോട്ടാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. കാരണം ഇറാനും GCC കൺട്രീസും ഹോർമോസ് കടലെടുക്കും എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം ലോകത്തിന്റെ എനർജി ക്യാപിറ്റൽസ് ആണ്. അപ്പം അത് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി കൂടുതൽ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ തിങ്ക് വെസ്റ്റ് പോളിസി അല്ലെങ്കിൽ ലുക്ക് വെസ്റ്റ് പോളിസി ഒക്കെ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പം തിങ്ക് വെസ്റ്റ് പോളിസി, ലുക്ക് വെസ്റ്റ് പോളിസിനെ ആക്ട് വെസ്റ്റ് പോളിസി എന്നും ചില ആൾക്കാർ പറയാറുണ്ട്. ഓക്കെ, ആക്ട് വെസ്റ്റ് പോളിസി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആക്ട് വെസ്റ്റ് പോളിസി എന്ന് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം ഒരു പോളിസി തന്നെയാണ്. The welfare of the Indian diaspora and the region is also a high priority under the Think West policy. അപ്പം ഇന്ത്യൻ ഡയസ്പോറയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ഇപ്പം ദുബായിനെയൊക്കെ നമ്മൾ ഒരു ചെറിയ കേരളം, മിനി കേരള എന്നൊക്കെയാണ് കളിയാക്കി വിളിക്കുന്നത്. പക്ഷെ അത്രത്തോളം ആൾക്കാർ അവിടെ സെറ്റിൽഡ് ആണ്. കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള, അപ്പം ഇന്ത്യയുടെ കാര്യമല്ല, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ഇന്ത്യൻ ഡയസ്പോറയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എവിടെയുണ്ട്, ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം അവരുടെ റൈറ്റ്സും അപ്പൊ അവരുടെ വെൽഫെയർ എന്നൊക്കെ പറയുന്നത്, അവരുടെ ക്ഷേമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രൈമറി കൺസേൺ ആണ്. അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ ലുക്ക് വെസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ ഒരു പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോജക്ട്സ് ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അബ്രിവേഷൻ പഠിച്ചു വെക്കുക. എവിടെ കൂടെയാണ് പോകുന്നതെന്ന് പഠിച്ചില്ലെങ്കിലും കുറച്ച് അബ്രിവേഷൻസ് പഠിച്ചു വെക്കുക. ചബഹാർ പോർട്ട് ഇൻ ഇറാൻ. ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഷഹീദ് ബിഷ്ടി പോർട്ട് എന്നാണ് അതിന് പറയുക, അതിന്റെ പേര്. അപ്പം ചബഹാർ എന്ന സ്ഥലത്ത് ഇറാനിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആ ഏരിയയിലുള്ള ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്ന രീതിയിലാണ്. കാരണം എനിക്കൊന്നൊരു 150 കിലോമീറ്റർ ഒരു പാകിസ്ഥാൻ ഓൺ ചെയ്യുന്ന ഒരു പോർട്ട് ഉണ്ട്, ഒരു ഗൗഡാർ എന്നങ്ങാണ്ടാണ് പോർട്ടിന്റെ പേര്. ഗോഡ എന്ന് പറഞ്ഞ ഒരു പോർട്ട് ഉണ്ട്. അപ്പം അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാന്നൊരു ഉദ്ദേശത്തോടെ കൂടിയാണ് ഇന്ത്യ ഇറാനിൽ ഈ പറയുന്ന ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്താണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഇപ്പൊ സെൻട്രൽ ഏഷ്യയിലും ഈ പറയുന്ന ചില വെസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് ഒരു പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി ആണെങ്കിലും ട്രേഡിനും കൊമേഴ്സിനും വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്നത്, INSTC. ഓക്കെ, അത് അടുത്താണ് I2U2 ഗ്രൂപ്പിംഗ്, എ കോഡിലാറ്ററൽ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ, ഇസ്രായേൽ, ദ UAE ആൻഡ് ദ USA ഫോക്കസിംഗ് ഓൺ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ വാട്ടർ, എനർജി, ട്രാൻസ്പോർട്ടേഷൻ, സ്പേസ്, ഹെൽത്ത് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അപ്പം ഈ പറയുന്ന ഇന്ത്യ, ഇസ്രായേൽ, UAE പിന്നെ USA. ഓക്കെ, ഇസ്രായേൽ UAE വരുന്ന ഏത് പാർട്ടിലാണ്? വെസ്റ്റ് ഏഷ്യയിലാണ്. അപ്പം ഈ പറയുന്ന ഇന്ത്യയും ഇസ്രായേലും US-ഉം UAE-യും കൂടെ ചേർന്ന് പല പല ഇൻവെസ്റ്റ്മെന്റ് വാട്ടർ, എനർജി, ട്രാൻസ്പോർട്ടേഷൻ, സ്പേസും ഹെൽത്തിലും ഫുഡ് സെക്യൂരിറ്റി എല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ അതിനെയാണ് I2U2 ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ പേരുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ബേസിക്കലി എല്ലാ പോളിസീസും ഭയങ്കര സിമിലർ ആണ്. എല്ലാം ഈ പറയുന്ന പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റിയും അല്ലെങ്കിൽ ട്രേഡും കൊമേഴ്സും എക്കണോമിക് ലാഭങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ നല്ല ബന്ധം വെച്ച് പുലർത്തുക എന്നതാണ് എല്ലാ പോളിസീസിന്റെ ബേസിക്. ജസ്റ്റ് റീജിയനുകൾ മാറുന്തോറും പല സാധനങ്ങളെ വെയിറ്റേജ് കൊടുക്കുക. ഓക്കെ,
Central Asia policy. Central ബേസിക്കലി ഈ താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ 4-5 രാജ്യ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിസീസിന്റെ സെയിം തന്നെയാണ്. ഇത് കുറച്ചുകൂടെ സെൻട്രൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, ഇന്റർനാഷണൽ സോർട്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC. അത് സെൻട്രൽ ഏഷ്യനെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഏഷ്യനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ പ്രോജക്റ്റും ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്തേക്കുന്നത്. അടുത്തതാണ് സാഗർ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അതാണ് സാഗറിന്റെ ഫുൾ ഫോം. സാഗർ. ഓക്കെ, കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഇൻ മോറിഷ്യസ് ഇൻ 2015. ഓക്കെ, 2015 മോറിഷ്യസിലെ പ്രൈം മിനിസ്റ്റർ ആണ് ഈ ഒരു കോൺസെപ്റ്റ്, ഇൻഡോ പസഫിക് റീജിയനിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അനിരുദ്ധ് ജോഗ്നാഥ് എങ്ങാണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. അനിരുദ്ധ് ജോഗ്നാഥ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. Under this concept, India envisages a free, open, inclusive, peaceful and prosperous Indo-Pacific region. അപ്പോൾ ഈ ഇൻഡോ പസഫിക് റീജിയനിലെ സുസ്ഥിരമായ വികസനത്തിനും ആ റീജിയനിലെ ഒരു സ്റ്റെബിലിറ്റിക്കും വേണ്ടിയാണ്. എന്താണ് ഇൻഡോ പസഫിക് റീജിയൻ? ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക തൊട്ട് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് അമേരിക്കാസ് വരെ പോകുന്ന ഒരു റീജിയനാണ് ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനെയും പസഫിക് ഓഷനെയും ബന്ധിപ്പിക്കുന്ന ഒരു റീജിയൻ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ നീണ്ടു നിവർന്ന് നടക്കുന്ന റീജിയൻ ആണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് ആയ എക്കണോമിക് ഡ്രിവൺ ആയ റീജിയൻ ആണ് ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഇൻഡോ പസഫിക് റീജിയനിലാണ് USA, ഇന്ത്യ, ചൈന, ജപ്പാൻ പോലുള്ള ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഇൻഡോ പസഫിക് റീജിയനിൽ ഒരു കീ പ്ലെയർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പം ഇന്ത്യ ഇൻഡോ പസഫിക് റീജിയനിൽ ഇപ്പൊ ഒരു കീ പ്ലെയറായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്വാഡ് പോലുള്ള ഫോറമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്വാഡ് എന്ന് പറയുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA ഉള്ള ഒരു ഫോറമാണ് ക്വാഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാഡിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ ചൈനയ്ക്ക് ഈ പറയുന്ന ഇൻഡോ പസഫിക് റീജിയന്റെ മുകളിൽ ഉള്ള ഒരു ആധിപത്യം കുറയ്ക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു ഫോറമാണ് ക്വാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാഗറിന്റെ ഉദ്ദേശം അത് തന്നെയാണ്, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അപ്പൊ ഇൻഡോ പസഫിക് റീജിയനിൽ വരുന്ന രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയും ഗ്രോത്തിനും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കോൺസെപ്റ്റ് ആണ് സാഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹു ഓൾ ആർ നെയ്ബേഴ്സ് ആൻഡ് ഇന്ത്യസ് ഫോറിൻ പോളിസി വിത്ത് നെയ്ബേഴ്സ്, അതായത് നമ്മുടെ അയൽപക്കമായ കുറച്ച് രാജ്യങ്ങൾ, നമ്മുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിലൊക്കെ വരുന്ന നമ്മുടെ നെയ്ബേഴ്സ് ആയ കുറച്ച് രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ഫോറിൻ പോളിസിയെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.